ഈ മണിക്കൂറിൽ നമുക്ക് ഏറ്റവും പുതുതായി പറയാനുള്ളത് 2 മൃതദേഹങ്ങൾ. ഇന്നത്തെ തിരച്ചിലിൽ 2 മൃതദേഹങ്ങൾ ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നു. ഒരു കുട്ടിയുടേതും ഒരു സ്ത്രീയുടേതും എന്നാണ് കരുതുന്നതെന്നാണ്. അത് ആ മൃതദേഹങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് എടുക്കുന്ന ദൃശ്യങ്ങളായിരുന്നു. ആ അനുഭവങ്ങളായിരുന്നു ആ രക്ഷാപ്രവർത്തകനും നേരത്തെ കഴിഞ്ഞ മണിക്കൂറിൽ നമ്മളോട് പങ്കുവെച്ചത്. ഈ മരക്കൂമ്പാരങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിൽ മരക്കൂമ്പാരങ്ങൾക്ക് ഇടയിലൂടെ വേണം ഈ മൃതദേഹങ്ങൾ പുറത്തെത്തിക്കാൻ. ചളി പുതഞ്ഞു കിടക്കുന്നു. അതിന് മുകളിലായാണ് ഈ മരങ്ങൾ നിലകൊള്ളുന്നത്. ഇത് വന്ന് പതിഞ്ഞ ഒരു മേഖല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്നാകെ വന്ന ഒരു മല ഒന്നാകെ, ഒരു പ്രദേശം ഒന്നാകെ ഭൂപടത്തിൽ നിന്ന് മാറിക്കൊണ്ട് പതിഞ്ഞ പ്രദേശമാണ്. അവിടെയാണ് ഇങ്ങനെ ചന്നം ഭിന്നമായി ചിതറിക്കിടക്കുന്ന മരങ്ങൾ. അതിന് നടുവിലൂടെയാണ് ഈ മണ്ണുമാന്തി യന്ത്രങ്ങളിൽ കണ്ണും നട്ടുകൊണ്ട് ഒരു സംഘം രക്ഷാപ്രവർത്തകനും ഒരു നാട് മുഴുവനും കാത്തു നിൽക്കുന്നത്. പ്രതീക്ഷയോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ആശുപത്രികളിലും ഒക്കെ സംഘം ഇവിടെ വലിയ രീതിയിലുണ്ട്. ഡോഗ് സ്ക്വാഡാണ്, പോലീസിന്റെ ഡോഗ് സ്ക്വാഡാണ് സംഘം വരുന്നത്. ഈ ഏരിയയിൽ നിന്ന് മൃതദേഹം കണ്ടെടുത്തോ? നമ്മളിപ്പോ അതെടുത്തു. നമ്മൾ സെർച്ച് ചെയ്ത് കൊടുത്തതാണ്. ഇപ്പൊ സെർച്ച് ചെയ്ത് അവര് വോളണ്ടിയേഴ്സ് അവിടെ ഇത് ചെയ്തു. അവള് ഡയറക്റ്റ് പെട്ടെന്ന് തന്നെ കിട്ടി. അവിടെ അവള് മാക്സിമം അവള് നല്ല രീതിയിൽ സെർച്ച് ചെയ്തു. അത് നമ്മൾ ഓൾറെഡി ഒരു അഞ്ച് സ്ഥലം സ്പോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലിപ്പോ ഫസ്റ്റ് സ്പോട്ട്, രണ്ടാമത് സ്പോട്ട് ചെയ്ത സ്ഥലത്താണ് കറക്റ്റായിട്ട് ഈ നായകൻ നടത്തിയ പരിശോധനയിൽ 5 സ്ഥലങ്ങൾ സ്പോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ JCB ആണ് എത്തിയിട്ടുള്ളൂ. അപ്പൊ ഇതിപ്പോ കറക്റ്റ് സ്പോട്ട് ചെയ്ത സ്ഥലത്തുനിന്ന് ഇത് മാറ്റിയ സ്പോട്ടിൽ തന്നെ നമുക്ക് ബോഡി കിട്ടിയിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ച് നടത്തിയ തെരച്ചിലാണ് ഇപ്പൊ നമുക്ക് ഒരു ബോഡി കിട്ടിയിരിക്കുന്നത്. ഇനിയും അത് നായകരുടെ പരിശോധന തുടർന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു സ്പോട്ട് കൊടുത്തിട്ടുണ്ട്. JCB നിൽക്കുന്ന ഏരിയയിൽ സ്പോട്ട് ഉണ്ട്. അവിടെ എല്ലാം നമുക്ക് ഇൻഡിക്കേഷൻ ആണ്. ആദ്യമായിട്ട് ഈ പ്രദേശത്തേക്ക് ഡോഗ് സ്ക്വാഡ് എത്തിയതല്ലേ? അപ്പൊ മോത്തി, ഈ ഡോഗ് സ്ക്വാഡ് ഈ നായകൾ മണത്ത് നൽകിയ സൂചനകളുടെ അടിസ്ഥാനത്തിൽ 5 സ്ഥലങ്ങൾ സ്പോട്ട് ചെയ്തു എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ഒരു മൃതദേഹം കണ്ടെത്തിയത് എന്നുള്ള വിവരം അവർ പങ്കുവെക്കുന്നു. അപ്പോൾ ആ ഒരു മേഖലയിൽ നിന്നാണ് ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ ഡോഗ് സ്ക്വാഡ് ഇനിയും ഇവിടെ വിന്യസിച്ച് പരിശോധന നടത്തുന്നുണ്ട്. പല ഭാഗങ്ങളിലേക്കായി ഈ നായകളെ കൊണ്ടുപോവുകയാണ്. അത്തരത്തിൽ അങ്ങനെയൊക്കെ പരിശോധിച്ചുകൊണ്ടാണ് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞ കാര്യവും അത് തന്നെയാണ്. ആദ്യ ദിവസങ്ങളിൽ എല്ലാ ശ്രമങ്ങളും വിഫലമായിരുന്നു. ഇന്ന് നമുക്കൊരു പ്ലാൻ എന്തായാലും ക്രോഡീകരിക്കാൻ കഴിഞ്ഞു, പ്രദേശത്തെ കേന്ദ്രീകരിച്ചെങ്കിലും. അപ്പോൾ ഈ നായകൾ എത്തുന്നുണ്ട്. ഈ മണ്ണുമാന്തി യന്ത്രങ്ങളുണ്ട്. സേനയുടെ ഒരു വലിയ വിന്യാസം കാണുന്നുണ്ട്, സൈന്യത്തിന്റെ വിന്യാസം കാണുന്നുണ്ട്. ഇവരെ സഹായിക്കാൻ കൈമേയി മറന്നെത്തിയ രക്ഷാപ്രവർത്തകർ, രാവിലെയൊക്കെ നമ്മൾ സംസാരിച്ചവർ മലപ്പുറത്ത് നിന്നും കണ്ണൂരിൽ നിന്നുമൊക്കെ എത്തിയ സന്നദ്ധ പ്രവർത്തകരാണ്, സന്നദ്ധ സേവകരാണ്. അങ്ങനെ ഈ രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുമ്പോൾ നമുക്ക് ഒരു മൃതദേഹം കൂടി കിട്ടി. അത് ഈ ഡോഗ് സ്ക്വാഡ് നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നൽകിയ വിവരത്തിൽ കേന്ദ്രീകരിച്ച് കുഴിച്ചപ്പോൾ കിട്ടിയ ആ പ്രദേശത്ത് നിന്നാണ് മൃതദേഹം കിട്ടിയിരിക്കുന്നത് എന്ന വിവരം കൂടി പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പങ്കുവയ്ക്കുന്നു. ഇപ്പോൾ ഈ മരക്കൂമ്പാരങ്ങൾക്ക് ഇടയിലൂടെ ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ പരിശോധന തുടരുക തന്നെയാണ്. ഈ മണ്ണ് പൂർണ്ണമായും നീക്കണം, ഈ മരങ്ങൾ നീക്കണം. വലിയ വിലങ്ങ് തടിയായി തന്നെയാണ് ഈ ഒരു പ്രതിസന്ധി നമുക്ക് മുന്നിലുള്ളത്. അത് വകഞ്ഞു മാറ്റുകയാണ് ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. അത് നീക്കിക്കഴിഞ്ഞാണ് ഈ മണ്ണിനടിയിലേക്കൊക്കെ ഉള്ള മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്നത്. അതിനിടയിൽ കൂടി ഈ അരികിലൂടെയുള്ള ഓരത്തൂടെയുള്ള ഭാഗത്തൂടെയൊക്കെ പോകുമ്പോൾ ഇവരൊക്കെ ചളിയിൽ ഇങ്ങനെ പുതഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ വടമൊക്കെ കെട്ടി വലിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി കൈ കോർത്തൊക്കെ മുകളിലേക്ക് കയറി പോകുന്ന കാഴ്ചകളും ഇവിടെ നിന്ന് കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ മരക്കൂമ്പാരങ്ങൾക്ക് മുകളിലായാണ് കൂടുതൽ ഉദ്യോഗസ്ഥർ എത്തി പരിശോധന തുടരുന്നത്. മോത്തി, ശരി അരുൺ.